മുഖ്യമന്ത്രിക്കെതിരെ ഭാരതീയ വിചാര കേന്ദ്രം സനാതനധർമ്മത്തെ അവഹേളിച്ച പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് പ്രതിനിധി സഭയുടെ പ്രമേയം. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്ന പ്രതിനിധി സഭയുടെ പ്രമേയത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടായത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഭാരതീയ വിചാര കേന്ദ്രം മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. രോഹിണി, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രമേയത്തിലാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ശ്രീനാരായണ ഗുരുദേവനെതിരെ അധിക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. സനാതന ധർമ്മത്തിനെതിരായ വാക്കുകളായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷും ഇത്തരത്തിലുള്ള ഇതിനെ മുഖ്യമന്ത്രി അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സനാതന ധർമ്മം അശ്ലീലമാണ് എന്ന തരത്തിലുള്ള പരാമർശമെല്ലാം തന്നെ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. 42ാമത് സംസ്ഥാന സമ്മേളനമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നടക്കുന്നത്. ഇതിലെ പ്രതിനിധി സഭയിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സനാതന ധർമ്മ വിരുദ്ധ പരാമർശത്തിനെതിരെ പ്രമേയം ഉള്ളത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു നിരവധി പാരമ്പര്യമായ പല കാര്യങ്ങളും ഉൾപ്പെട്ടതാണ് ഈ സനാതന ധർമ്മം. വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഇത് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൽ താൻ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ഈ വിഷയം ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുഖ്യമന്ത്രി അതിൽ നിന്നും പിന്മാറണം. തെറ്റുതിരുത്തി അദ്ദേഹം സമൂഹത്തിന് മുൻപിൽ മാപ്പ് പറയണം എന്നാണ് പ്രധാനമായും ഈ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രമേയം അവതരിപ്പിച്ചതിലൂടെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയം മുൻപ് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ നിർവഹിച്ചു. അതിനുശേഷം അദ്ദേഹം കൾച്ചറൽ മാർക്സിസം അരാജകത്വത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന വിഷയത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. അതിനുശേഷം ഇന്നും നാളെയുമായാണ് മറ്റു വിഷയങ്ങളിലെല്ലാം തന്നെ സെമിനാറുകൾ അവതരിപ്പിക്കപ്പെടുക. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ ഈ സമ്മേളനത്തിന് എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ജോർജ് കുര്യൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും. KS രാധാകൃഷ്ണൻ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം അവതരിപ്പിക്കും. ഇത്തരത്തിൽ പ്രമുഖരായ വ്യക്തികൾ ഈ ഒരു ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമ്മേളനത്തിൽ ഭാഗമാകുന്നുണ്ട്. രോഹിണി, സനാതനധർമ്മത്തെ അവഹേളിച്ച പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഭാരതീയ വിചാര കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങളാണ് ശിവദാസ് കന്മനം പങ്കുവച്ചത്.